ഹായ് ഫ്രണ്ട്സ്, നമ്മളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. മാർച്ച് ആദ്യത്തിൽ വിരിയുമെന്ന് പറഞ്ഞേനു. അപ്പോൾ ഇവരിപ്പം വിരിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞോലാണ്. ചാരപ്പടന അട വെച്ച് ഒരാഴ്ച കഴിഞ്ഞാൽ അട വെച്ചാണ് ഇവളെ. അപ്പോൾ ഇവളതും എല്ലാം വിരിഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ടകളാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാണ് എല്ലാ മുട്ടകളെല്ലാം വിരിഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു കോഴിക്കുട്ടി ഇതുവരെ ഇവിടെ വിരിഞ്ഞിട്ടില്ല, ആദ്യമായിട്ടാണ്. ഇതിനെന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. നമ്മൾ തുണിയിലേന് അട വെച്ചത്. അപ്പോൾ തുണീൻ്റെ സൈഡിലെ നൂലൊക്കെ കൂടി ചുറ്റിയിട്ട് ഇതിൻ്റെ കാല് കുടുങ്ങി കിടക്കേനു. അപ്പോൾ അതൊക്കെ വേറെ ഇതിന് നിൽക്കാൻ വയ്യ, തല ചെരിഞ്ഞാള്, കണ്ണ് തുറക്കാൻ പറ്റണില്ല, ആകെ ഒരു വയ്യുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല, അതായത് നോക്കുക. പിന്നെ ഇത് നമ്മളെ കോഴിക്കുട്ടിയൊക്കെയായിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കൂടാണ്. ഇത് ഞാൻ 1.5 മീറ്ററിൻ്റെ നെറ്റ് വാങ്ങിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ആകെ 270 ഉറുപ്പ്യായിട്ടുള്ളൂ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ ഒരു മീറ്ററിന് 180 അങ്ങാനാണ്. അപ്പോൾ 1.5 മീറ്റർ നെറ്റ് വാങ്ങിയിട്ട് നല്ല ഹൈറ്റ് ഉണ്ടാവും. അത് നേരെ പകുതിയാക്കി മുറിച്ചിട്ട് 2 സൈഡിലും ജോയിൻ ചെയ്തതാണ്. ഇത് കണ്ടില്ലേ, കേബിൾ ടൈ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിട്ട് കഴിയാഞ്ഞിട്ട് പിന്നെ നമ്മൾ കെട്ടുകമ്പി ഉണ്ടല്ലോ, അതുപോലത്തെ കെട്ടുകമ്പി ഉപയോഗിച്ചിട്ടാണ് പിന്നെ എല്ലാ സൈഡും കെട്ടിക്കൊടുത്തത്. 2 സൈഡും ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇത് മൊത്തത്തിൽ 3 മീറ്ററിൻ്റെ കൂടാണ് കേട്ടോ. നല്ല സൗകര്യം ഉണ്ടാവും കോഴികൾക്കും കുട്ടികൾക്കും ആയിട്ട്. അപ്പോൾ ഇതുപോലത്തെ കൂടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം എന്താ വെച്ചാൽ വലിയ കോഴികളൊക്കെ കയറി ഇരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് കേടൊന്നും വന്നു പോകില്ല. പിന്നെ നെറ്റ് ഇട്ടാൽ വേറെ പിന്നെ പരുന്ത് കാക്ക ഒന്നും അകത്തേക്ക് വരില്ല. നെറ്റ് ഈ കമ്പിമേ കൊളുത്തി കിടന്നോളൂ. പിന്നെ ആകെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഉണ്ടാക്കുമ്പോൾ കുറേശ്ശെ കൈയൊക്കെ മുറി കിട്ടോ. നല്ല മൂർച്ചയുള്ള നെറ്റാണിത്, സൂക്ഷിച്ചും കാര്യം ഉണ്ടാക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെ മറ്റേ നെറ്റ് പഴയ കൂട് എല്ലാവരും കണ്ടുണ്ടാവില്ല, അതുണ്ടാക്കി അത് പറ്റ കേടൊന്നും പോയി. അതിന് എന്ന് പറഞ്ഞാൽ 2 സൈഡിലും നമ്മൾ ഹോസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ജോയിൻ്റൊക്കെ പൊട്ടിപ്പോയി. വലിയ കോഴികൾ കയറി ഇരുന്നിരുന്ന് അത് ഫുള്ള് പൊട്ടിപ്പോയി. അപ്പോൾ ഏതായാലും നമുക്ക് 3 സെറ്റ് കോഴികളുണ്ട്, വൈകുന്നേരം ഇറക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു കൂട് ഭയങ്കര ഉപകാരം കേട്ടോ. ഈ ഒരു വേനലിലൊക്കെ നമ്മൾക്ക് കോഴിക്കൂട്ടിലെ പുറത്തിറക്കണമെങ്കിൽ ഇതുപോലത്തെ ഒരു കൂട് ഉണ്ടാക്കിയാലൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ. പകൽ സമയത്ത് കോഴിക്കുട്ടികളെ ഇട്ടേക്കാൻ പറ്റിയ നല്ലൊരു കൂടാണിത്. നമ്മൾ രാത്രിയാകുമ്പോൾ വരെ മരത്തിൻ്റെ കൂട്ടിലേക്ക് തന്നെ മാറ്റും. ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് കൂട്ടിൽ തന്നെ നിൽക്കുമ്പോൾ കോഴിക്കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു വിങ്ങലായിരിക്കും. അന്നേരം ഉച്ചയ്ക്ക് ശേഷമൊക്കെ വെയിലറിയാലൊന്ന് വിടാൻ മണ്ണൊന്ന് നനച്ചു കൊടുത്തിട്ട് അവിടെ ഞാൻ ഈ കൂട് വെക്കലാണ്. അപ്പോൾ ഈ തള്ളക്കോഴി മക്കളൊക്കെ നല്ലോണം അതിൽ കുളിക്കും മണ്ണിൽ. പിന്നെ പുല്ലൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റിയേക്കാം. ഈ കൂട് എങ്ങോട്ട് വേണമെങ്കിലും എളുപ്പത്തിൽ എടുത്തുകൊണ്ടാൻ പറ്റും. നല്ല ഉറപ്പുള്ള കൂടുമാണ്, ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്, നല്ല കൂടാണ്. അപ്പം നമുക്കാണെങ്കിൽ ഇപ്പോൾ 3 സെറ്റ് കുട്ടികളുണ്ടല്ലോ. അപ്പോൾ ഓരോരുത്തർ ഒന്നരാടനോ അല്ലെങ്കിൽ അരര മണിക്കൂർ കൂടുമ്പോൾ ഓരോരുത്തരും അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ വിടലുള്ളത്. നല്ലൊരു സൗകര്യമുള്ള കൂടാണ് കേട്ടോ അത്. പിന്നെ വേറൊരു കാര്യം ഞാൻ എല്ലാവരുമായിട്ട് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ വളർത്താനായിട്ട് കോഴിനെ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾക്കൊരു പൂവൻ വേണോ, അല്ലെങ്കിൽ 2 പെട വേണോ, അല്ലെങ്കിൽ ഒരു അമ്മക്കോയും കുട്ടലും വേണമെന്നാണോ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു 4 കിലോ കോഴി വേണമെന്നാണോ പറയുക? നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് കോഴിനെ വളർത്താൻ വാങ്ങിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ കോഴിനെ സെയിലാക്കാൻ വെച്ചപ്പോൾ ഓരോരുത്തർമാർ വിളിച്ചിട്ട് എത്ര കിലോ ഉണ്ട് എന്നൊക്കെ ചോദിച്ചു. ഇവിടെ തൂക്ക മെഷീൻ ഇല്ല, ഞാൻ ചിക്കൻ സ്റ്റോൾ നടത്തുന്ന ആളുമല്ല, ഞാൻ കോഴികളെ തൂക്കി കൊടുക്കുന്നുമില്ല. അതുകൊണ്ട് എനിക്ക് കോഴികളെ തൂക്കം അറിയില്ല. പിന്നെ ഒരു നാടൻ കോഴിക്ക് എത്ര മാക്സിമം വെയിറ്റ് വരും എന്നുള്ളത് വളർത്തുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഞാനൊക്കെ സാധാരണ തൂക്കം വാങ്ങുന്നത് കറി വെക്കേണ്ട ആവശ്യത്തിന് ഷോപ്പിൽ പോയിട്ട് 1.5 കിലോ ഇറച്ചി അല്ലെങ്കിൽ 2 കിലോ ഇറച്ചി അങ്ങനെ കറി വെക്കാനുള്ള ആവശ്യത്തിന് മാത്രമാണ് ഞാൻ തൂക്കി വാങ്ങുന്നത്. വളർത്താനുള്ള കോഴിൻ്റെ എണ്ണം പറഞ്ഞിട്ട് തന്നെയാണ് ഞാനൊക്കെ വാങ്ങിക്കുന്നത്. ഇനി ബാക്കിയുള്ളവരുടെ കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് വാങ്ങിക്കുന്നത് എന്നുള്ളത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ.